തമിഴ്നാട് മുഖ്യമന്ത്രിയും സൂപ്പർ താരവുമായ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുള്ള അവസാന സിനിമയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ജനനായകൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. റിലീസ് ദിനമായ ഇന്ന് സംസ്ഥാനത്താകെ വലിയ തിരക്കാണ് ചിത്രത്തിനായി ഉണ്ടായിരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുൻപ് വിജയ് അഭിനയിച്ച അവസാന ചിത്രമായതിനാൽ റിലീസിന് വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കിടയിൽ ഉള്ളത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വന്ന കാലതാമസത്തെ തുടർന്ന് ജനുവരി 9 നിശ്ചയിച്ചിരുന്ന റിലീസ് മാറ്റിവെക്കേണ്ടി വരികയായിരുന്നു. ഇതിനിടെ ചിത്രത്തിന്റെ പൈറസി പതിപ്പ് ഓൺലൈനിൽ ചോർന്നതും അണിയറ പ്രവർത്തകർക്ക് തിരിച്ചടിയായി. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന ചിത്രം തമിഴ്നാട്ടിലെ ഏകദേശം 1000 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയായിരുന്നു. ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ടിക്കറ്റുകൾ മിനിറ്റുകൾക്കകം വിറ്റഴിക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ. ചില തിയേറ്ററുകൾ പുലർച്ചെ തന്നെ ബുക്കിംഗ് തുറന്നിരുന്നെങ്കിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിജയുടെ സിനിമകളുടെ റിലീസിനോടനുബന്ധിച്ച് പതിവായി കണ്ടുവരുന്ന ടിക്കറ്റ് ആവശ്യകത ഇത്തവണയും ആവർത്തിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കരിഞ്ചന്ത ടിക്കറ്റ് വിൽപ്പനയും വ്യാപകമാണെന്ന പരാതികളും ഉയർന്നിട്ടുണ്ട്. ചില തിയേറ്ററുകളിൽ 500 മുതൽ 800 രൂപ വരെയാണ് ടിക്കറ്റുകൾ വിറ്റെന്നും കരിഞ്ചന്തയിൽ ഒരു ടിക്കറ്റിന് 1000 രൂപ മുതൽ 2000 രൂപ വരെ ഈടാക്കിയെന്നുമാണ് ആരാധകർ സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ആരോപിക്കുന്നത്. ഓൺലൈനിൽ വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമാണ് ലഭ്യമാക്കിയതെന്നും ശേഷിച്ചവ കരിഞ്ചന്തയിലൂടെ വിറ്റതായും ചിലർ ആരോപിക്കുന്നുണ്ട്. റിലീസിന് മുൻപുള്ള അഡ്വാൻസ് ബുക്കിംഗിലൂടെ രാജ്യത്ത് 15 കോടി രൂപയ്ക്കുമേൽ വരുമാനം നേടിയതായി ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. ആദ്യ ദിനത്തിൽ മാത്രം ഇന്ത്യയാകെ 50 മുതൽ 60 കോടി രൂപ വരെ ചിത്രം കളക്ഷൻ നേടുമെന്നാണ് കരുതുന്നത്. ജനനായകൻ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഓപ്പണിംഗ് ടൈറ്റിൽ കാർഡും വിജയുടെ ഒരു രംഗവുമാണ് ഇപ്പോൾ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് എന്ന ടൈറ്റിൽ കാർഡ് പ്രദർശിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. തിയേറ്ററുകളിൽ ഈ രംഗം എത്തിയപ്പോൾ ആരാധകർ വൻ ആർപ്പുവിളികളോടെയാണ് അതിനെ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയായ ശേഷമുള്ള വിജയുടെ ആദ്യ റിലീസായതിനാൽ ഈ ടൈറ്റിൽ കാർഡിന് പ്രത്യേക ശ്രദ്ധ ലഭിക്കുകയാണ്. ഇതിനൊപ്പം തമിഴ്നാട് നിയമസഭയിൽ വിജയ് മുൻപ് ഉപയോഗിച്ചിരുന്ന കൈ ആംഗ്യത്തോട് സാമ്യമുള്ള ഒരു ആംഗ്യം ചിത്രത്തിലെ ഒരു രംഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ സൂചിപ്പിക്കുന്നത്. ഈ രംഗവും വ്യാപകമായി വൈറലായിട്ടുണ്ട്. എന്നാൽ ഒരു വാണിജ്യ സിനിമയിൽ ഇത്തരം രാഷ്ട്രീയ പ്രതീകങ്ങളും സൂചനകളും ഉൾപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്നുമുള്ള വിമർശകർ അഭിപ്രായപ്പെടുന്നു. മറുവശത്ത് ഇത് വിജയുടെ വ്യക്തിത്വത്തെയും നിലവിലെ രാഷ്ട്രീയ സ്ഥാനത്തെയും പ്രതിഫലിക്കുന്ന കാര്യം മാത്രമാണെന്നും ആരാധകരുടെ വാദമുണ്ട്. റിലീസ് ദിനത്തിൽ ചിത്രം കാണുന്നതിനിടെ തമിഴ്നാട് മന്ത്രി പർവേഷ് വികാരാധീനനായത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ. പുതുക്കോട്ടയിലെ ഒരു തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ മന്ത്രിയുടെ പ്രതികരണത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയാണ്. വിജയ് ആരാധക കൂട്ടായ്മ തന്നെയാണ് ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത്. വിജയുടെ പെർഫോമൻസും മമിത ബൈജുവിന്റെ സീനുകളുമെല്ലാം കയ്യടി നേടുന്നുണ്ടെങ്കിലും സിനിമ സാധാരണ രക്ഷകൻ ടൈംപ്ലേറ്റിൽ വികലമായ രൂപമാണ് എന്നാണ് ചില പ്രതികരണങ്ങൾ. സിനിമ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ലക്ഷ്യം വെച്ച് തന്നെ ഉള്ളതാണെന്നും ഡയലോഗുകളും അവ തെളിയിക്കുന്നുണ്ടെന്നും ചില അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ബാലയുടെ ഭഗവത് കേസരി എന്ന ചിത്രത്തിന്റെ കഥയിലെ ചില ഭാഗങ്ങൾ ജനനായകനിൽ ഉണ്ടെങ്കിലും സിനിമ പൂർണ്ണമായും ആ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നും പ്രേക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും കളക്ഷനെ ബാധിക്കില്ലെന്ന് പറയുന്നവരും ഏറെയാണ്. ജനനായകൻ റെക്കോർഡ് കളക്ഷൻ നേടുമെന്നും സിനിമ കാണാനായി വിജയ് ആരാധകർ മാത്രമല്ല സിനിമാ പ്രേമികൾ മുഴുവൻ എത്തുമെന്നും നിരവധി പേർ പറയുന്നു. സിനിമയ്ക്കായി അനിരുദ്ധ് ഒരുക്കിയ പാട്ടുകളും സ്കോറുമെല്ലാം പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നു എന്നും പറയുന്നവരും ഏറെയാണ്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 20 കോടിയിലധികം ചിത്രം പിന്നിട്ടിരുന്നു. ഇപ്പോഴിതാ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 1 മില്യൺ ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റുപോയിരിക്കുന്നത്. പോസ്റ്റർ പങ്കിട്ടുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്.
ബോക്സ് ഓഫീസ് ട്രാക്കറായ സാക്നിസിന്റെ കണക്കുകൾ പ്രകാരം ബ്ലോക്ക് ചെയ്ത സീറ്റുകൾ ഒഴിവാക്കിയാൽ 14 കോടി രൂപയിലധികം മൂല്യമുള്ള ടിക്കറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും തമിഴ് പതിപ്പിന്റേതാണ്. തമിഴ്നാട്ടിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 7.90 കോടി രൂപയുടെ നേട്ടം ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് 6.03 കോടിയോടും കേരളത്തിൽ നിന്നും 1.91 കോടി രൂപയും ചിത്രം നേടി. ജനനായകൻ ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട്ടനെ നാരായണനാണ് KVN പ്രൊഡക്ഷൻസിന്റെ പേരിൽ ജനനായകൻ നിർമ്മിച്ചിരിക്കുന്നത്.